നമസ്കാരം. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് തുടക്കമാവുകയാണ്. കേരളത്തിന് ആദ്യ മത്സരത്തിൽ ഒഡീഷയാണ് എതിരാളികളായി എത്തുന്നത്. ഒഡീഷയ്ക്ക് പുറമെ റെയിൽവേ, ഛത്തീസ്ഗഡ്, വിദർഭ, മുംബൈ, ആന്ധ്ര, അസം എന്നീ ടീമുകൾ ഉൾപ്പെടെ ഗ്രൂപ്പ് എയിലാണ് കേരള സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ലക്നൌ ആണ് എ ഗ്രൂപ്പിലെ മത്സരവേദികളുടെ വേദി. ഇപ്പോൾ ആകെ 4 ഗ്രൂപ്പുകളായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഡിസംബർ 18-നാണ് ഫൈനൽ. സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ കരുത്തുറ്റൊരു ടീമാണ് കേരളം ഇത്തവണ കളിക്കാൻ ഇറങ്ങുന്നത്. അതിന്റെ ആവേശത്തിൽ തന്നെയാണ് മലയാളികൾ. യുവത്വം പരിചയസമ്പത്തും സമന്വയിപ്പിക്കുന്ന ടീമിൽ KCLൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. യുവതാരം അഹമ്മദ് ഇമ്രാനാണ് വൈസ് ക്യാപ്റ്റൻ. സഞ്ജുവിനൊപ്പം അഹമ്മദ് ഇമ്രാനൊപ്പം സൽമാൻ നിസാറും മുഹമ്മദ് നസറുദ്ദീനും വിഷ്ണു വിനോദും രോഹൻ കുന്നുമലും അടങ്ങുന്ന കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് കേരളത്തിന്റെ കരുത്ത് എന്ന് തന്നെ പറയാം. ഓൾറൗണ്ട് മികവുമായി അഖിൽ സ്കറിയയും ഷറഫുദ്ദീനും അങ്കിത് ശർമ്മയും സാലി സാംസണും അടക്കമുള്ള താരങ്ങളും പിന്നിലുണ്ട്. ഒപ്പം നിതീഷും KM ആസിഫും വിഘ്നേഷ് പുത്തൂരും അടങ്ങുന്ന ബൌളിംഗ് നിരയും കരുത്തു നൽകുന്നു. KCLൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സിബൻ ഗിരീഷ്, കൃഷ്ണദേവൻ, അബ്ദുൽ ബാസിദ് എന്നിവരും ടീമിനോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളുമായിട്ട് തന്നെയാണ് കേരളം ഇത്തവണ ബാറ്റിങ്ങിനും ബൌളിങ്ങിനുമായി കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ സീസണിൽ തന്നെ സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ മികച്ച പ്രകടനമായിരുന്നു കേരളം കാഴ്ചവെച്ചത്. മുംബൈയും ആന്ധ്രയും മഹാരാഷ്ട്രയും സർവീസസ് അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് നേരിയ വ്യത്യാസത്തിലായിരുന്നു നോക്കൌട്ട് റൗണ്ടിലേക്കുള്ള പ്രവേശനം തന്നെ നഷ്ടപ്പെട്ടത് എന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. കരുത്തരായ മുംബൈക്കെതിരായ നേടിയ വിജയവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു വിജയം തന്നെയാണ് കേരളത്തിന്. ആദ്യം ബാറ്റ് ചെയ്ത 234 റൺസ് എടുത്ത കേരളം 43 റൺസിനായിരുന്നു മുംബൈയെ കീഴടക്കിയത്. IPLിലേക്കുള്ള പടിവാതിൽ എന്ന നിലയിൽ കൂടി ശ്രദ്ധേയമാണ് സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾക്ക് IPL ടീമുകളുടെ നോട്ടപ്പട്ടികയിൽ ഇടം നേടാൻ സാധ്യത കൂടുതലാണെന്ന് പറയാം. അതിനാൽ യുവ താരങ്ങളെ സംബന്ധിച്ച് ടൂർണമെന്റ് നിർണായകം തന്നെയാണ്. അടുത്ത മാസം 16-ന് IPL താരലേലം നടക്കുന്നതും യുവ താരങ്ങൾക്ക് പ്രചോദനമായി മാറുമെന്നും പറയുന്നു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ആഭ്യന്തര T20 ക്രിക്കറ്റ് ടൂർണമെന്റ് എത്താൻ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം കുറിക്കുന്നതോടെ തന്നെയാണ് ഇതിനൊരു വലിയ രീതിയിൽ തന്നെ ഫ്ലാഗ് ഓഫ് നടക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഒഡീഷയെ കേരളത്തിന്റെ എതിരാളികളായി എത്തുകയും തന്നെ ഇതിന് പിന്നാലെ വരുന്ന ടീമുകൾക്കും കേരളത്തിന് ഭയമായിരിക്കുമോ അല്ലെങ്കിൽ നിസ്സാരമായി കാണുമോ എന്ന് ഇന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതിന് പിന്നാലെ തന്നെ ലക്നൌ ആണ് ഈ ഗ്രൂപ്പിലെ മത്സരവേദിയായി മാറുന്നതും. ആകെ 4 ഗ്രൂപ്പുകളാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ കരുത്തുറ്റ ടീമുമായി കേരളം ഇത്തവണ കളിക്കാൻ ഇറങ്ങുന്നത് തന്നെയാണ് മലയാളികളെയും ക്രിക്കറ്റ് പ്രേമികളെയും സംബന്ധിച്ച് ഏറ്റവും വലുതായി ഏറ്റവും കൂടുതലുമായി ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസനെ തടഞ്ഞിരുന്നു. ഇനി T20 പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. ഇതിനു മുന്നോടിയായി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സഞ്ജു മികവ് കാട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണെന്ന് പറയണം.